സമൂഹത്തിന് മുതൽ നാം കെട്ടിവെച്ചതിന് അടിസ്ഥാനമുണ്ടാവില്ല, മൊത്തത്തിൽ ആഴ്ന്നു പോകുമെന്ന് ഭയപ്പെട്ടത് കൊണ്ട് മർക്കസ് എന്നൊരു 5 എണ്ണം കുത്തിക്കൂട്ടി കൊണ്ടുവന്നിക്കുക. യഥാർത്ഥ സമസ്ത എന്ന് കോടതി വിധിച്ച EK വിഭാഗം പല സുന്നികളായിട്ട് അംഗീകരിക്കണില്ല. പിന്നെ ഞങ്ങളെ സുന്നികൾ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യ? സമസ്തക്കാര് ഈ 5 സബീനെ അംഗീകരിച്ചതായിട്ടുള്ള ലെറ്ററുകൾ അവിടെ കൊടുത്തോ? സംവാദ ചർച്ചയ്ക്ക് വന്നപ്പോ എന്നാ പിന്നെ പറയായിരുന്നു, ഇതാ യഥാർത്ഥ സമസ്ത കോടതി വിധിച്ച സമസ്ത പോലും ഞങ്ങളുടെ ഈ 5 സബീന കിതാബിനെ അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ മൗലിദ് നിങ്ങൾ അംഗീകരിക്കണം, ചർച്ചയ്ക്ക് തയ്യാറാകണം. അല്ലാതെ നിങ്ങൾ കൊണ്ടത് 5 എണ്ണം ഞങ്ങൾ അംഗീകരിക്കുക, ഞങ്ങൾ പറയണ നിങ്ങൾ അംഗീകരിക്കണം. പിന്നെ അവിടെ മധ്യസ്ഥന്മാർ ആവശ്യമുണ്ടോ? മധ്യസ്ഥന്മാർ അവിടെ ഇരുന്ന് 12 എണ്ണം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളെ നാട്ടിലെ മൗലിദാണ്. അതിന് കൊതറിച്ചാടി 5 എണ്ണത്തിലേക്ക് പോയി. ആ 5 എണ്ണം മാത്രമാണോ അങ്ങനെ പറയാ? അതൊന്നല്ല, അതിൽ കള്ളക്കതുണ്ട്, ജൂതായുസുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് ഒക്കെ പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഈ വയലും ഈ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ മോശമാക്കാൻ വേണ്ടി വയൽ പറയുന്ന മുമ്പ് ഇതൊക്കെ ഒന്ന് പരിശോധിച്ചുകൂടായിരുന്നു ആദ്യം? അപ്പൊ സഹോദരങ്ങളെ കുടുങ്ങിയപ്പോ അവിടെ വെച്ച് സമ്മതിച്ചതാ. അതുകൊണ്ട് തന്നെ ആ കൊണ്ടുവന്ന കിതാബ് കൊണ്ടുവന്ന സഹോദരൻ ഉണ്ടല്ലോ, ആ സഹോദരന് ശരിക്ക് ബോധ്യായി ഇത് പിടുത്തം വിട്ടിട്ടുണ്ട്. എന്റെ വല്യമ്മ 90 വയസ്സുള്ള വല്യമ്മ ചൊല്ലിയതാണ്, മരിച്ചുപോയവരൊക്കെ ചൊല്ലി പാരമ്പര്യമായിട്ട് വാങ്ങിയതാണിത്. ഈ സാധനത്തിലാണ് ഇപ്പൊ ജൂതായുസമുണ്ട്, കള്ളക്കഥയുണ്ട്, തെറ്റുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ എന്റെ വല്യമ്മയുടെ സ്ഥിതി? ആ സഹോദരൻ ആ ബുക്ക് കൊണ്ടുവന്ന കിതാബ് കൊണ്ടുവന്ന സഹോദരൻ മുസ്ലിയാരോട് വ്യക്തിപരമായി ചോദിക്കുകയാണ്, അലവി സഖാഫിയോട്. ഒരു കാലത്ത് ഒരു നാട്ടിൽ മുജാഹിദായ ചില മുസ്ലിയാക്കന്മാര് ആളുകളെ കയറ്റിവിടും. എന്നിട്ട് പറയും, ചോദിക്കടാ ഓനോട്, എന്റെ വാപ്പ ഇവിടെ മൗലിദിന്റെ ചോറുന്ന ആളല്ലേ, എന്റെ വല്യാപ്പ പള്ളിന്റെ സെക്രട്ടറി അല്ലേ, ഓലൊക്കെ തിന്ന ഈ ഹറാമ് അത് നിരകത്തിക്ക, ഓലൊക്കെ നിരകത്തിക്ക, പറയടാ ജിപ്പ വലിയ മുജാഹിദ് എന്ന് പറഞ്ഞ് നമ്മളെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിയാക്കന്മാരോടാണ് അങ്ങോട്ട് ചോദിക്കുന്നത്, ഇത് ചൊല്ലിയ ഞങ്ങളെ വല്യന്മാര് നരകത്തിലാണോ? ഇത് ചൊല്ലി മരിച്ചുപോയവർ പിഴച്ചിട്ടുണ്ടോ? എന്താ ഒരു ഉത്തരം പറയാ? ഉത്തരം പറയാൻ പറ്റൂല. അങ്ങനെ ഞങ്ങളെ നാട്ടിലൊക്കെ പറയാറുണ്ട്, മോയി നായിനെ പിടിച്ച പോലെ. മോയി നായിനെ പിടിച്ച് നായി കണ്ട് ചാടിയ പാടൊക്കെ ഒല്ലിയടക്കിന് പിടിച്ച് ഈ നായി ഈ മോയിനൊന്ന് വിട്ടെങ്കിൽ എനിക്ക് പോകരുന്നു എന്ന് വിചാരിച്ചിട്ട്, കാരണം ആ സൈസ് കൊടുത്താ. അതേപോലെ തന്നെ മോയിന്റെ വിചാരത്തെങ്ങാനും വിട്ടെന്റെ നേർക്ക് ചാടുവോ എന്ന പോലെ മുസ്ലിയാക്കന്മാർ നിഷ്പക്ഷമതികളായ വല്ലപ്പുഴയിലെ ചെറുപ്പക്കാരൻ തമ്മിൽ കെട്ടിമറിയുന്ന രംഗങ്ങളൊന്ന് കണ്ടോളി. ഇത് വായിച്ചു 90 വയസ്സായന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും, അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുള്ളൂ. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതിന് നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതൊന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് ഇല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ചത് തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റല്ലേ? അത് അറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. ഇത് തെറ്റായി നിങ്ങൾക്ക് അത് തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടോ? ഇത് തെറ്റാണെന്ന്. അപ്പൊ ഉസ്താദെ ഇതിന് തെറ്റെന്ന് നമ്മുടെ വീട്ടുകാർക്ക് അറിയുന്നില്ലല്ലോ. അതല്ല, പക്ഷെ ഇതിനൊരു മതപ്രസംഗം വെക്കണം, പരിപാടി വെക്കണം, പിന്നെ ഒരു മിനിറ്റ്. ഒരു ചോദ്യം അല്ല,
അല്ല, ഇത്രയും വർഷമായിട്ട് ഒരു 10-90 വർഷമായി, ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? സഹോദരങ്ങളെ, ആ ചോദ്യം സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് ഞാൻ കൈമാറുകയാണ്. ആ നിഷ്പക്ഷ വല്ലപ്പുഴയിലെ നിഷ്പക്ഷമതി ചോദിച്ച ചോദ്യം, ആ ചോദ്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കേട്ടോ, മതി, ഓഫാക്കി. സഹോദരങ്ങളെ, അപ്പോ സത്യത്തിൽ ഈ CD പുറത്തിറങ്ങാതിരിക്കാൻ പരമാവധി മുസ്ലിയാക്കന്മാർ കളിച്ചു നോക്കി. ഒരുപാട് പണം ഓഫർ ചെയ്തു, നിങ്ങൾ ഇറക്കരുത് എന്ന് പറഞ്ഞു. ഞാനെന്താ, ഇറങ്ങിയാൽ ലോകമാകെ ഇതറിയും, ലോകത്തെവിടെ മലയാളികളുണ്ട് അവരുടെ മുമ്പിലൊക്കെ ഇതെത്തും. മുജാഹിദ് പ്രസ്ഥാനം അത് എത്തിക്കുന്നവർക്കറിയാം. പക്ഷേ ആ വ്യവസ്ഥ പാലിക്കണം, കരാറ് ലംഘിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു 2 വിഭാഗത്തിനും കേസറ്റ് കൊടുത്തു. അവരിപ്പോ വല്ലാതെ കൊണ്ടിടക്കണില്ല. അലവി സഖാഫിയുടെ തട്ടകത്തിൽ ഹിക്മയ്യ കോളേജ് മഞ്ചേരിയിലെ അലവി സഖാഫിയുടെ കോളേജിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഈ ക്ലിപ്പുകൾ മുഴുവൻ കാണിച്ച് വല്ലപ്പുഴ സമ്പാദന വ്യവസ്ഥ പൊളിച്ചെഴുതി. പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, അവിടെ മറുപടി പോലും വെച്ചിട്ടില്ല. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അലവി സഖാഫിയെ കൊണ്ടുവന്ന് കൃത്യമായി നിങ്ങൾ വിശദീകരണം കൊടുക്കുക? വരൂല. അത്രമാത്രം ദാഹിച്ച് വലഞ്ഞൊരു സമ്പാദ വ്യവസ്ഥയാണത്. കാരണം എന്താ, ഖുർആനിനേക്കാൾ പോരിശയോടുകൂടി സമൂഹത്തിന് മുമ്പിൽ ആരൊക്കെയോ പിൽക്കാലത്ത് എഴുതിയുണ്ടാക്കിയ കള്ളക്കഥകൾ. പള്ളി ദർസിലോതുന്ന സയ്യിദ് ബക്കയുടെ യാനത്തു താലിബീൻ പോലും പറഞ്ഞത് എന്താ, സഖാവി പറയുന്നു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ്. സ്വഹാബത്ത്, താബികൾ, താബികൾ നമുക്ക് നന്മയുണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ 3 നൂറ്റാണ്ട്. ഇതിന് ശേഷം പിൽക്കാലത്ത് ആരൊക്കെയോ രചിച്ചത് ദീനിൽ തെളിവാണോ? അതുകൊണ്ടാണല്ലോ ഫാക്കിഹാനി ഇമാം അദ്ദേഹത്തോട് ചോദിച്ചതിന് മറുപടി കൊടുത്തത് എന്താ, ലാ അഅലമു ലിഹാദൽ മൗലിദ് അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. ഖുർആനിലോ സുന്നത്തിലോ മൗലിദിന് രേഖയുള്ളതായി ഞാൻ അറിയുന്നില്ല. മാത്രമല്ല, ആ കൃത്യമായ പാത പിൻപറ്റാൻ പറ്റിയ നമ്മുടെ സ്വഹാബത്തിൽ നിന്ന് പൂർവികരിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നൊരു ആചാരവുമല്ലാതെ അദ്ദേഹം പറയുന്നു ബൽഹൂദ ബിദ്ആ. അതുകൊണ്ട് ഇത് സാക്ഷാൽ പുത്തനാചാരമാണ്. അഹദസൽ ബത്താലൂന വശഹവത്തു നഫ്സുൻ യഅതനാ ബിൽ അക്കാലൂന. തീറ്റക്കൊതിയന്മാരായ ശാപ്പാട്ടുരാമന്മാർ ദീനിലുണ്ടാക്കിയ ഒരു പുത്തനാചാരാണത്. അതുകൊണ്ടാണ് അത് അവിടെ തെളിയിക്കാൻ പറ്റാതെ മർക്കസ് എന്ന് കൊണ്ടു തുരുപ്പ് ചീട്ട് മുന്തിച്ച് കുറച്ചു നേരം മെനക്കെട്ടത്. എന്നിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് മുസ്ലിയാക്കന്മാർ പറയുകയാണെന്ത്, ഞങ്ങൾ മൗലിദ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, മൗലിദിൽ കള്ളക്കഥയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒരുപാട് കടത്തിക്കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഞങ്ങൾ വല്ലപ്പോഴും എന്തേ പറഞ്ഞിട്ടുള്ളൂ, അയ്യഞ്ചെണ്ണം വീതം സൗകര്യത്തിന് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് അയ്യഞ്ചെണ്ണം, അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ 5 എണ്ണം, പിന്നെ 6 മാസം കഴിഞ്ഞ് പിന്നെ 5 എണ്ണം, അങ്ങനെ നമുക്ക് 5 വീതം ചർച്ച ചെയ്യാം. അല്ലാതെ സമൂഹത്തില് ഈ 222 വകയും 666 വകയും 66 വകയൊന്നും തെറ്റാണെങ്കിൽ കള്ളക്കഥ ഉണ്ട് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ട് എന്ന് നൗഷാദ് ഹസനി പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മളെ സമ്പാദ വ്യവസ്ഥയിൽ അലവി സഖാഫി കുംഭസരിച്ചത് കാണാം. സ്റ്റേജിൽ വന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് നൗഷാദ് ഹസനി നുണ പറഞ്ഞതും കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും 80 കൊല്ലം പടുത്തുയർത്തിയ ആദർശ മുജാഹിദുകളാണ് തകർന്നത്. അതല്ല ഈ സമസ്തയിലെ ഈ പുരോഹിതന്മാരെ കൊണ്ട് ഇവരുടെ സമ്പത്യമായിട്ടാണോ തകർന്നത്? കണ്ടോളൂ. സബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ. അത്രേ ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ. അത്രേ ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു. അപ്പൊ സഹോദരങ്ങള്, യഥാർത്ഥത്തിൽ വാദിയും പ്രതിയും ഒക്കെ അവരനായി മാറുകയാണ്.